കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ളതായ വളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അപ്പം മുട്ട വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി വളം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുട്ട എന്ന് പറയുന്നത് മനുഷ്യന് എത്രമാത്രം ഉപകാരപ്പെടുന്നോ പ്രയോജനപ്പെടുന്നോ അതുപോലെ തന്നെയാണ് നമ്മുടെ സസ്യങ്ങൾ. അപ്പൊ നല്ലൊരു അടിപൊളി വളം നമുക്ക് ഈ മുട്ട അപ്പൊ അത് നമുക്കൊന്ന് കണ്ടാലും. മുട്ട വെച്ചിട്ട് ഈ വളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ടയ്ക്ക് 6 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ അളവൊക്കെ ഞാൻ പറയാം. നാരങ്ങ 6 എടുത്തിരിക്കുന്നത്. പിന്നെ 150 ഗ്രാം ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എഗ് അമിനോ ആസിഡ് 2 രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞുകൊണ്ട് വരണം. അപ്പം നമ്മുടെ 3 മുട്ട മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള നാരങ്ങ നീര് നമുക്ക് വേണം. 3 മുട്ടയ്ക്ക് 6 നാരങ്ങ എടുത്തെങ്കിൽ നമുക്ക് 6 നാരങ്ങ കൊണ്ട് ചിലപ്പം നീര് തികഞ്ഞെന്ന് വരത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് വേണ്ടി വരും. അപ്പം എന്തായാലും ഈ നാരങ്ങ നമുക്ക് പിഴിഞ്ഞുകൊണ്ട് വരാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ ഒരു ബോട്ടിൽ നമ്മൾ എടുക്കണം. അപ്പം നനവൊന്നും പാടില്ല കേട്ടോ. അപ്പം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി എടുക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 മുട്ടയും താഴെ തന്നെ നിൽക്കത്തക്ക രീതിയിലുള്ള ബോട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പം എൻ്റെ ഇഷ്ടംപോലെ കുപ്പികൾ ഇരിപ്പുണ്ട്. എങ്കിലും 3 മുട്ടയും കൂടെ ഒരേ ലെവലിൽ ഇരിക്കുന്ന ബോട്ടിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അങ്ങ് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നാരങ്ങ നീര് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മുട്ട വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ 2 രീതിയിലും 2 കുപ്പി എടുത്തിട്ട് 2 കുപ്പിയിലും ഓരോ മുട്ട ഇട്ടിട്ട് ഈ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് ചെയ്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് കുറേശ്ശെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരുപാട് കൃഷിയുള്ളവർക്ക് 3 മുട്ട വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പം നാരങ്ങ നീര് നമ്മുടെ മുട്ടയിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിലായിരിക്കണം. നാരങ്ങ നീരെന്ന് പറഞ്ഞാൽ മുട്ടയുടെ മുകളിലായിരിക്കണം. എങ്കിൽ മാത്രമേ മുട്ട നല്ല രീതിയിൽ നമുക്ക് വിചാരിക്കുന്നത് പോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിൻ്റെ മുട്ടത്തോടൊക്കെ അലിഞ്ഞു വരണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതായ ശർക്കര അതിനകത്തോട്ട് പൊടിച്ച് ചേർക്കാം. നമ്മൾ ഒരു മുട്ടയ്ക്ക് 50 ഗ്രാം ശർക്കര എന്ന തോതിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇരുന്ന് അലിഞ്ഞ് വരട്ടെ. ഇനി ഒരു 5-ാം ദിവസവും 10-ാം ദിവസവും നമ്മളൊന്ന് തുറന്ന് നോക്കണേ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈർക്കല വെച്ച് ഒന്ന് കറക്കി കൊടുക്കണം. ഇനി നമുക്കത് അടച്ച് അലമാരയിൽ കൊണ്ടുവയ്ക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ശർക്കര തുടക്കത്തിലേ ഇടാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ശർക്കര തുടക്കത്തിലേ ഇടാതെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അല്ലേ, മുട്ട, പാല്, മീനൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാകും. നമ്മൾ ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശർക്കര ഇട്ടില്ലേ, ഒരുപാട് സ്മെല്ലൊക്കെ അടിക്കാതിരിക്കാനായിട്ടും നല്ല ഗുണം കൂടുതൽ കിട്ടാനായിട്ടും. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ശർക്കര തുടക്കത്തിലിടാതെ ഇനി ഒരു 15 ദിവസം കഴിയുമ്പോൾ ശർക്കര ചേർക്കുന്ന ഒരു എഗ് അമിനോയാണ് ഈ കാണിക്കുന്നത്. ഇത് കണ്ടല്ലേ. ഇതിൻ്റെ 10-ാം ദിവസം ആയ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ ഈ നാരങ്ങ നീരിനകത്ത് 3 മുട്ട ഇട്ട് വെച്ചിട്ട് 10 ദിവസമായി. അപ്പം അതിനകത്ത് വന്നതായ രാസമാറ്റം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയുണ്ടല്ലോ, ഒരു വൃത്തിയുള്ള നനവൊന്നും വേണ്ട. വന്നുകൊണ്ട് ആ മുട്ടയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. മുട്ടത്തോട് ഉണ്ടല്ലേ, കണ്ടോ, മുട്ടത്തോടൊക്കെ അതിൻ്റെ കാൽസ്യമൊക്കെ ഇളകി അങ്ങനെ വരുന്നുണ്ടോ, നോക്കിയേ. ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കിടക്കട്ടെ. ഒരു 15 ദിവസമെങ്കിലും കിടക്കട്ടെ. ചിലപ്പോൾ മുട്ടയുടെ കട്ടിയൊക്കെ അനുസരിച്ച് 15-20 ദിവസമൊക്കെ എടുക്കും ഇത് മൊത്തം ഒന്ന് അലിഞ്ഞു ചേരാനായിട്ട്. അപ്പോൾ നമ്മൾ തൊടുമ്പം തന്നെ കണ്ടോ നമ്മുടെ മുട്ട അങ്ങോട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. കണ്ടോ കണ്ടോ, ഈ പരുവത്തിലാണ് നമ്മുടെ മുട്ട ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിനി 15-ാമത്തെ ദിവസം നോക്കാം. ഇതിപ്പം 15 ദിവസം കഴിഞ്ഞാണ്. അപ്പം നമ്മുടെ മുട്ടയുടെ കണ്ടീഷനൊക്കെ 3 മുട്ട ഇട്ടതാണല്ലോ. അപ്പോൾ എന്തോ ആയെന്ന് നോക്കാം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ നാരങ്ങ നീരിനകത്ത് കണ്ട എല്ലാം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്ത് വേണം, ശർക്കര ഇട്ട് കൊടുക്കണം. ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ട് ഇതിനകത്തോട്ട് പൊടിച്ചിടും. നമുക്ക് നല്ല പാല് പോലായി, നല്ല ഒന്നൊന്നര അടിപൊളി വളമാണ്. അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ.
നമുക്ക് ആ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ ആ പ്രയാസമൊക്കെ അങ്ങ് മാറിക്കട്ടെ. ഇനി 150 ഗ്രാം ശർക്കര പൊടിച്ചുകൊണ്ട് വരാം. ഇതിനകത്ത് നമുക്ക് ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ടുണ്ടല്ലോ, ഇതിന് ഇനിയും നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം ഇനി ഇത് 15 ദിവസം കൂടി ഇരിക്കണം. പിന്നെ മാത്രമേ നമുക്കിത് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിന് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതായ സമയത്ത് 3 ml അല്ലെങ്കിൽ 5 ml എന്ന് വെച്ചാൽ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം ഈ അളവ് എടുക്കാനായിട്ട്. 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലും ഇലയിലും പൂവിലും ഒക്കെ ആയിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവാനും പൂക്കളൊക്കെ കായകളായി മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. നാടൻ കോഴിമുട്ട കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നനഞ്ഞ തവികളോ ഒന്നും അതിനകത്ത് ഇടാതിരിക്കുക, പെട്ടെന്ന് പൂത്തു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പം എപ്പോഴും ഇതിൻ്റെ ഈ മുട്ടയുടെ മുകളിലായിട്ട് നമ്മുടെ ശർക്കര മിശ്രിതവും നാരങ്ങ നീരുടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പം നമ്മൾ തയ്യാറാക്കിയതും 15 ദിവസം കഴിഞ്ഞതുമായ എഗ് ആമലയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ പയറിന് എല്ലാത്തിനും നല്ലതാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പയറിന്റെ 1-ാം പാടും 2-ാം പാടും. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കാണാത്തവര് ഉണ്ടെങ്കിൽ ഇനി 3-ാം ക്ലാസ്സിനകത്ത് കയറ്റുന്നേ ആയിരിക്കത്തില്ല. എംബോസിഷനൊക്കെ കാണും കേട്ടോ, കണ്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അതൊക്കെ കണ്ട് പഠിച്ചിട്ട് വരാണ്ട് ശ്രമിക്കുക. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-ാമത്തെ ക്ലാസ്സിനകത്ത് വളം കൂടിയാൽ ആഹാരം കൂടിയാൽ എന്തുണ്ടാകും, ആഹാരം കുറഞ്ഞാൽ എന്തുണ്ടാകും, ആഹാരം കറക്റ്റായിട്ട് കഴിച്ചാൽ എന്താകും എന്നുള്ളത്. അതും കൂടെ നിങ്ങൾ എന്താണെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം. പറഞ്ഞതെല്ലാവരും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പം മീൻ വെച്ചിട്ടും നമ്മൾ അതേപോലെ രണ്ട് രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് വളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫിഷ് അമിനോ ആസിഡ്. അപ്പം ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. പൂക്കള് കായ്കളായിട്ട് മാറാൻ ഏറ്റവും നല്ലതാണ് ഫിഷ് അമിനോ ആസിഡ്. അതുപോലെ തന്നെ ഈ എഗ് അമിനോ ആസിഡോ നമ്മുടെ ചെടികൾക്ക് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. 3 മുട്ടയുടെ കേസേ ഉള്ളൂ. പിന്നെ ഒരു 5-6 നാരങ്ങയും കൂടെ വേണം. അപ്പം എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു വളമാണ്. എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളുടെ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ലയിനം വിത്തുകളും അതേപോലെ തന്നെ നല്ലയിനം ഗ്രോ ബാഗും നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. എല്ലാവരും കൃഷി ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇതേപോലെ കൊച്ചു കൊച്ചു വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് തന്നെ അധികം ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മേരി. നന്ദി, നമസ്കാരം.